അച്ഛന്റെ ശവകുടീരത്തിൽ സംഘികളെ നിരങ്ങാൻ അനുവദിക്കില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ വലിയൊരു പോരാട്ട മുഖത്ത് നിൽക്കുമ്പോൾ കൂടെപ്പിറപ്പ് എതിർപ്പാളയത്തിലെത്തിയെന്നു കേട്ട കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളാണിത്. അതിലുണ്ട് വർഗീയ രാഷ്ട്രീയത്തോട് കെ കരുണാകരൻ എന്ന ഉറച്ച മതവിശ്വാസി സ്വീകരിച്ച നിലപാട്. സ്ഥാനമാനങ്ങളില്ല, വേണ്ടത്ര പരിഗണനയില്ല, വേദനയോടെ ഞാൻ പോകുന്നു എന്നാണ് പത്മജയുടെ പക്ഷം. എവിടേക്കാണ് പോക്ക്? BJPയിലേക്ക്. മോദി നല്ലൊരു ലീഡർ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഒരേ ഒരു ലീഡറിന്റെ മകൾ BJPയോട് സമരസപ്പെടുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് കനത്ത പ്രഹരമാവുകയാണ്. നേതാക്കൾ അന്നും ഇന്നും കോൺഗ്രസിൽ പലരുണ്ടായിട്ടും ലീഡർ എന്ന് വിളികേട്ട ഒരേ ഒരാൾ. കാലുമാറലും കാലുവാരലും തള്ളിപ്പറയലും പിന്നിൽ നിന്ന് കുത്തലും പലതവണ കണ്ടാണ് കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിന്റെ ലീഡറായത്. ചെറുപ്പകാലത്ത് അവിശ്വാസിയായിരുന്ന കരുണാകരൻ പിന്നീട് വിശ്വാസിയായി. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂരിലെത്തി. പല പ്രതിസന്ധികൾ കണ്ടു. ഒരു വട്ടം പാർട്ടി വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി. എതിരാളികളെക്കാൾ കൂടെയുള്ളവർ വേദനിപ്പിച്ച അനുഭവങ്ങൾ എമ്പാടും പറഞ്ഞു. അപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയത്തിന് കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല ഈ ഭീഷ്മാചാര്യൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കേരളത്തിലെ കോൺഗ്രസിന് അപ്രതീക്ഷിതമായ പ്രഹരം തന്നെയാണ് പത്മജയുടെ പോക്ക്. ഒരുപക്ഷെ നേതാക്കളെക്കാളും അണികളെ നിരാശപ്പെടുത്തി ഈ വാർത്തയെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയാം. എല്ലാവരുടെയും ശ്രദ്ധ മുരളിയിലേക്കായിരുന്നു. വടകരയിൽ ജീവൻ മരണ പോരാട്ടമാണിക്കുറി. ആ പോരാട്ട നടുവിൽ നിൽക്കുന്ന മുരളിയുടെ പ്രതികരണം എന്താകും? പ്രഹരശേഷി കുറയ്ക്കാൻ മുരളി വരുന്നതും കാത്തിരുന്ന പ്രവർത്തകരെ ലീഡറുടെ മകൻ നിരാശരാക്കിയില്ല. പത്മജയെ എടുത്തതുകൊണ്ട് കാൽ കാശിന്റെ ഗുണം BJPക്ക് കിട്ടില്ല. ഈ ചതിക്ക് തെരഞ്ഞെടുപ്പിലൂടെ പകരം ചോദിക്കും. കെ കരുണാകരനെ ചിതയിലേക്ക് എടുത്തപ്പോൾ പുതപ്പിച്ച ത്രിവർണ പതാക ഞങ്ങൾക്കുള്ളതാണ്. കഷ്ടപ്പാട് അനുഭവിക്കാത്ത മക്കൾക്ക് ഇത്തരം ദുഷ്ടബുദ്ധി തോന്നാം. വർക്ക് അറ്റ് ഹോം നടത്തുന്ന നേതാക്കൾക്ക് ഇത്രയും സ്ഥാനം കൊടുത്താൽ പോരെ? അച്ഛന്റെ ആത്മാവ് പത്മജയോട് പൊറുക്കില്ല. പത്മജയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. പാർട്ടിയെ ചതിച്ചത് സഹോദരിയാണെങ്കിലും ഒത്തുതീർപ്പില്ല. പത്മജ മത്സരിച്ചാൽ നോട്ടയ്ക്കാണോ BJPക്കാണോ വോട്ട് കിട്ടുക എന്ന് കാണാം. വികാരത്തള്ളിച്ചയിലും കൃത്യമായ രാഷ്ട്രീയ പക്ഷമുള്ള ഉറച്ച വാക്കുകൾ. അപ്പോൾ അതിനുശേഷം കിട്ടിയ സ്ഥാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ? ഒരു ബന്ധം വെറുപിരിയലാണോ? അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവാരുമായിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തകരെ അക്ഷരാർത്ഥത്തിൽ ആ ഞെട്ടലിൽ നിന്ന് മോചിപ്പിച്ചത് മുരളിയുടെ വാക്കുകളാണെന്ന് പറയാം. കൈവിട്ടുപോയേക്കാവുന്ന സന്ദർഭത്തിലും കുറിക്കുകൊള്ളുന്ന വാക്കുകൾ. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരന് പകരം മുരളിക്കായി മുറവിളി ഉയർന്ന നേരം കൂടിയാണിതെന്ന് ഓർക്കുക. വടകരയിൽ എതിർപക്ഷത്ത് ശക്തിയായ KK ശൈലജയാണ്. അപ്പോഴും സംയമനം കൈവിടാത്ത ശക്തിയും തെളിമയുമുള്ള മുരളീധരന്റെ വാക്കുകൾ കോൺഗ്രസ് ക്യാമ്പിന് നൽകുന്ന ധൈര്യം ചെറുതായിരിക്കില്ല. 3 വട്ടം മത്സരിച്ചു തോറ്റപ്പോഴും പത്മജയോട് പാർട്ടിയും പ്രവർത്തകരും അരുതായ്മകൾ കാട്ടിയില്ല. 1 മാസം മുൻപ് രാഷ്ട്രീയകാര്യ സമിതിയിൽ വരെ അംഗമാക്കിയയാൾ. കുഞ്ഞു അവഗണനകളുടെ പേരിൽ മോദി പാളയത്തിലെത്തിയ നേതാവിന് ഇപ്പോൾ പക്ഷേ ആദരാഞ്ജലികൾ നേരുകയാണ് പാർട്ടി അണികൾ. കേൾക്കുന്ന കഥകൾ പലതാണ്. ED വളഞ്ഞതാണ് പൊടുന്നനെയുള്ള പോക്കിന് പിന്നിലെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഉയർത്തിക്കഴിഞ്ഞു. അതല്ല രാജ്യസഭാ സീറ്റെന്ന മോഹം മുന്തിരി കാട്ടിയാണ് വോട്ടുകാലത്തെ കൂടുമാറ്റം തരപ്പെടുത്തിയതെന്നും വാർത്തകൾ. തൃശൂർ സീറ്റ് പിടിക്കാനുള്ള അണിയറ നാടകമെന്ന ആരോപണവും എയറിലുണ്ട്. പണവും സീറ്റും ED പേടിയും എറിഞ്ഞു പിടിക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ആയുസ്സും ആരോഗ്യവും നേടുമോ? കേരളത്തിൽ നിന്ന് കാവിക്കൊടി പിടിച്ച് രാഷ്ട്രീയ ചരമമടഞ്ഞ നേതാക്കളുടെ നിര സാക്ഷ്യം പറയാനുണ്ട്. എല്ലാം കലങ്ങി തെളിയട്ടെ. കാത്തിരുന്നു തന്നെ കാണാം ഈ പത്മജ നാടകത്തിന്റെ ക്ലൈമാക്സ്.